അപ്പോൾ ഗായ്സ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ട ഞാനിങ്ങനെ വിടർത്തിയെടുക്കാൻ വാങ്ങിയില്ലേ, അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയാം, എങ്കിലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഫസ്റ്റ് നമ്മളിതിനെ ഒന്ന് ഇങ്ങനെ മുറിക്കണം ഗൈസ്. ഇങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ പറയാം ഞങ്ങൾ കുട്ടികളല്ലേ, കുട്ടികളാണ്, ഞങ്ങൾ സൂക്ഷിച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത് കൈ കൊണ്ട് കാലും കൈയും മുറിച്ചിട്ട് എന്നെ ആരും പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. മാക്സിമം നിങ്ങൾ ചെറുതാക്കിയാൽ നോക്കുക, എന്ന് വെച്ചാൽ അത്യാവശ്യം വലിപ്പം വേണം, എങ്കിലും ഒന്ന് കുനുകുന പീസസ് ആക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ഗൈസ്. പിന്നെ ഇവിടെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദങ്ങൾ കേൾക്കും, നിങ്ങൾക്കറിയാം ഇവിടെ ഇപ്പോൾ ഇടിയും മഴയുമാണ് ഗൈസ്. ഇടിയത്ത് വീഡിയോ എടുക്കാവുന്ന ഞങ്ങൾ അങ്ങ് എടുത്ത് പോകുന്നു. ഇതെല്ലാം പറ്റാ കേൾക്കുന്ന ഗൈസ്. പിന്നെ കൈ മുറിയാൻ ഇനി ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇതൊന്ന് പച്ചമാങ്ങ പഴുത്തമാങ്ങ ആയത് ജസ്റ്റ് ഒന്നങ്ങനെ ഞാൻ പുറത്തിക്കാം. ജസ്റ്റ് ഞാൻ പുറത്തിയാൽ മതി. അപ്പോൾ നല്ലപോലെ കിട്ടും. കണ്ടോ, ഇത്രേ ഉള്ളൂ. എനിക്കിത് കാണുമ്പോഴേ നമ്മുടെ മറ്റേ ഇതില്ലേ ഏതാ സ്വീറ്റ് കോൺ, അതിൻ്റെ ഒരു ആ ചോളത്തിൻ്റെ ഒരു ഷേപ്പ് വന്നു. ജസ്റ്റ് എടുക്കണം. ഇതുപോലെ ഒന്ന് നമുക്ക് കുഞ്ഞു പീസാണ്, 2, 3 ആണ്. അപ്പോൾ ഈ 4 ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ ഗായ്സ്. മുമ്പത്തെ ചെയ്തപ്പോൾ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ ഇത് കറക്റ്റ് വന്നു ഗൈസ്. കണ്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വന്നു. രണ്ടാമത്തെ സസ്യം മുന്നത്തെ നല്ലൊരു നിങ്ങളെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇത് കറക്റ്റാണ് ഗൈസ്. കറക്റ്റ് ആ പരസ്യത്തിലൊക്കെ കാണുന്നത് തന്നെയാണ് പീസാണ്. കണ്ടോ ഗൈസ്, രസമല്ലേ. അപ്പോൾ ഗൈസ് അതേപോലെ ഞാൻ ബാക്കി എല്ലാം വാങ്ങി അരിഞ്ഞെടുക്കുകയാണ് ഗൈസ്. മനുഷ്യന് 1/2 മണിക്കൂർ ഇരുന്ന് ഉണ്ടാക്കിയ കഷ്ടപ്പാടാണിത്. നിങ്ങൾ കാണുമ്പോൾ വെറും മിനിറ്റുകൾ കൊണ്ട് ഇല്ല സെക്കൻഡുകൾ കൊണ്ട് കണ്ടു തീർന്നു. ഷേപ്പില്ലാത്ത മാങ്ങ ഷേപ്പ്, ഒരു മാങ്ങ എടുത്തപ്പോൾ പൊട്ടിപ്പോയി. പച്ചമാങ്ങ ഉണ്ട്, പഴുത്ത മാങ്ങയാണെന്ന് പറഞ്ഞാലും അങ്ങ് പുളിയാണ് ഗൈസ്. അല്ല ഈ ഷേപ്പ് ഗൈസ് ഞാൻ കഴിച്ച് വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഒരു വീഡിയോയ്ക്ക് കണ്ടൻറ്റ് ആവും. ഇത് പിന്നെ പാർട്ടി ആണ് ഗൈസ്. അവസാനം അരിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ് നമ്മുടെ മാങ്ങ ഗൈസ്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പൂടെ ഞാനിട്ടു. ഉപ്പൂടെ ഇട്ട് കഴിയുമ്പോൾ നല്ല ബാലൻസ്, ആ പുളി ഒന്ന് ബാലൻസ് ആവും ഗൈസ്. അപ്പോൾ നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഗൈസ് മഴ സമയത്ത് ഇങ്ങനെ മാങ്ങ? കഴിഞ്ഞ വീഡിയോ കാണാം, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബൈ, സീ യു.